രാജ്യത്തിന് അഭിമാനമാകുന്ന തുരങ്കപാത നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. തിരുവമ്പാടി MLA എനിക്കിപ്പോൾ ചേരുകയാണ്. വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പരിസ്ഥിതി വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെ, ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് തടസ്സങ്ങൾ അത് ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ തടസ്സങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മറ്റ് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു പുതിയ രീതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആശങ്കകളുണ്ടായിരുന്നു. ആശങ്കകളെ ഉപയോഗപ്പെടുത്തി പല രൂപത്തിൽ ഈ പദ്ധതി അട്ടിമറിക്കാൻ ബോധപൂർവമായ ചില കരുനീക്കങ്ങൾ നടന്നിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമായിട്ടാണ് ഈ തവണത്തെ നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം അത് ഏറ്റെടുത്തൊരു ഉത്സവ പ്രതിയോടുകൂടി ആ കാര്യങ്ങൾ നീക്കുകയാണ്. തുരങ്കപാത വരുന്നതോടുകൂടി ഉണ്ടാവുന്നൊരു വലിയ മാറ്റം നമ്മുടെ വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, കൊച്ചി വ്യവസായ ഇടനാഴി എന്ന നിലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം, കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും ഉണ്ടാക്കുന്ന വലിയ ജമ്പി, അത് നമുക്ക് എത്ര പറഞ്ഞാലും വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതിനെതിരെ പറയുന്നവർ പറയുന്നത് നിലവിൽ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ തുരങ്കപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവില്ലേ, പരിസ്ഥിതി ലോല പ്രദേശമല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 2000-ത്തിലധികം കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പണം ഉപയോഗിച്ച് വേണമെങ്കിൽ ബദൽ പാതകൾ, ചിപ്പിലിത്തോട് റോഡോ അല്ലെങ്കിൽ പൂഴിത്തോട് റോഡോ നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് മറുവാദം ഉയരുന്നത്. അത് ഈ കാര്യങ്ങളെക്കുറിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഈ 8 കിലോമീറ്റർ തുരങ്കം തുറക്കുന്ന 8 കിലോമീറ്റർ ഒരൊറ്റ പാറയാണ്. അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളും പരിശോധിച്ച് ഇതിൽ നമുക്ക് ഇന്ത്യയിൽ സമീപിക്കാൻ കഴിയുന്ന ഏറ്റവും മിടുക്കരായ നിരവധി തുരങ്കങ്ങൾക്ക് നേതൃത്വം നൽകിയ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ SPV നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും തടസ്സങ്ങളില്ലാതെ ഏത് കാലാവസ്ഥയിലും വയനാട്ടിലേക്ക് പോകാനും വരാനും വേണ്ടിയാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു മാതൃകയായി തുരങ്കപാത മാറുകയും ചെയ്യും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.